ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപേട്ടൻ എന്നോട് സ്നേഹമില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരിക്കലുമല്ല. ഞാൻ പത്നിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടാ ഇങ്ങനെ പറയുന്നത്. അതെന്താ പ്രതാപേട്ട അങ്ങനെ പറയുന്നത്? എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ച് ഒപ്പം കൂട്ടുമല്ലേ വേണ്ടത്? എന്നോടൊപ്പം ജീവിക്കുകയല്ലേ വേണ്ടത്? അതല്ല പത്മേ. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിക്കേണ്ടി വരുമെന്ന പത്മയ്ക്ക് അറിയാവോ? വരും പ്രതാപേട്ട. പരസ്പരം സ്നേഹിച്ചവര് തമ്മിൽ ഒന്നാവണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ഇഷ്ടപ്പെട്ട മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വരും. അതങ്ങനെയാ. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വ്യവസ്ഥിതിയല്ല. പ്രതാപേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് മാത്രമാ എനിക്കറിയേണ്ടത്. ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പത്മ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ ഇഷ്ടമാണ്. എന്നെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റൂന്ന് വിചാരിക്കുന്നുണ്ടോ? എന്താ പ്രതാപേട്ടൻ മിണ്ടാത്തത്? ഏട്ടന് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റൂന്ന് കരുതുന്നുണ്ടോ? എന്താ പ്രതാപേട്ടനെ അലട്ടുന്ന പ്രശ്നം? അത് പറയൂ. പത്മേ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാ മഹാദേവ വർമ്മ സാറ്. അദ്ദേഹം എന്റെ രാഷ്ട്രീയ ഗുരു മാത്രമല്ല. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്റെ എല്ലാം ആണ്. ആ മനുഷ്യൻ ഞാൻ കാരണം വേദനിക്കേണ്ടി വരില്ലേ പത്മേ? പ്രതാപേട്ടൻ മാത്രമല്ലല്ലോ അതിന് ഉത്തരവാദി. ഞാനും അതില് പങ്കാളിയല്ലേ? എന്നാലും പ്രതാപേട്ടനെ എന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛൻ ആരെയും ശപിക്കുകയോ ശത്രുവായിട്ട് മാറ്റി നിർത്തുകയോ ചെയ്യില്ല. മാത്രമല്ല എന്റെ അച്ഛൻ എന്റെ ആഗ്രഹത്തെ എതിർക്കുകയില്ല. പത്മ പറഞ്ഞു വരുന്നത് മഹാദേവ വർമ്മ സാറിന്റെയും സരസ്വതി മേഡത്തിന്റെയും അനുവാദത്തോടെ ഈ കല്യാണം നടക്കുന്നതാണോ? എന്താ പത്മ ഒന്നും മിണ്ടാത്തെ? അങ്ങനെ ഒരു അറേഞ്ച് മാരേജായി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇതിനൊക്കെ കുറച്ച് റിസ്ക് എടുക്കണം പ്രതാപേട്ട, അല്ലാതെ ഒന്നും നടക്കില്ല. കല്യാണം നടന്നു കഴിഞ്ഞാ അച്ഛനും അമ്മയും നമ്മളെ അംഗീകരിക്കും. അത് ഉറപ്പാ. അതില് നമ്മൾ സംശയിക്കേ വേണ്ട. ആരൊക്കെ എതിർത്താലും ഞാൻ പ്രതാപേട്ടന്റെ ഒപ്പേ ജീവിക്കൂ. പ്രതാപേട്ട എന്നെ ഉപേക്ഷിക്കരുത്. എന്നെ മറന്ന് എങ്ങും പോവരുത്. വേണു, പ്രതാപ, ഹൃദയം നിറയെ മകളെ കൊണ്ടുവരുന്ന ഒരച്ഛന്റെ ഹൃദയത്തിൽ തന്നെ ചവിട്ടിയിലൂടെ നീ.